വിദ്യാർത്ഥികൾക്കും പൊതുവിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ VHSCയുടെ സ്പോട്ട് അലോട്ട്മെന്റിന് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ സർക്കുലർ നമുക്ക് വായിച്ച് വിദ്യാർത്ഥികൾക്ക് അതിന്റെ അർത്ഥം സഹിതം പറഞ്ഞു തരാം. ആർക്കൊക്കെ അപേക്ഷിക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം. സർക്കുലർ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള സ്പോട്ട് അഡ്മിഷനായുള്ള അപേക്ഷാ സമർപ്പണ വിജ്ഞാപനം നമുക്ക് നോക്കാം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള സ്പോട്ട് അഡ്മിഷന് 2026 ഓഗസ്റ്റ് 1 മുതൽ 4 വൈകിട്ട് ഓഗസ്റ്റ് 1 മുതൽ 4 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തത് എന്ത് ചെയ്യാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നവരും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയിരുന്ന വിദ്യാർത്ഥികൾക്കും ഓഗസ്റ്റ് മാസം 1 മുതൽ ഓഗസ്റ്റ് മാസം 4 വരെ ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. 4 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്കും സ്പോട്ട് അഡ്മിഷന് പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങളൊക്കെ ഉൾപ്പെട്ടതിനാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും നിങ്ങൾക്ക് പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതേപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലാറ്റിൻ, കത്തോലിക്ക, ധീരവ, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നീ SSLCയിൽ പൊതുവായി OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവയൊന്നും പ്രത്യേക കാറ്റഗറികളാണെന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ ജാതിയുടെയും കാറ്റഗറികൾ മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിൽ അനുബന്ധം 3 പരിശോധിച്ച ശേഷം മാത്രമാണ്, കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ അനുബന്ധം 3 പരിശോധിക്കേണ്ടതാണ്. പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ച ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കേണ്ടതാണ്. നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്തവർ കാൻഡിഡേറ്റ് ലോഗിൻ നിർമ്മിച്ചിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മുഖ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച കുട്ടികൾ സ്പോട്ട് അഡ്മിഷനെ പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കുന്നതിനായി കാറ്റഗറി ലോഗിലെ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. നിങ്ങൾക്കിപ്പോൾ മുഖ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾ അപേക്ഷിച്ചവരാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതിനായി നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ നിങ്ങളുടെ അപേക്ഷ പുതുക്കി പുതിയ ഓപ്ഷനുകൾ അന്തിമമായി സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കണമെന്ന്. അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിപ്പോകരുത്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ഒരു ഉദാഹരണം പറയുന്നത്, നിങ്ങൾ മൊബൈലിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. PDF രൂപത്തിൽ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് അത് ആവശ്യമുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷന് ശേഷം ഓരോ സ്കൂളും ലഭ്യമായ ഒഴിവുകൾ അഡ്മിഷൻ സൈറ്റിലെ സ്കൂൾ ബാർ കോഴ്സ് വേക്കൻസി എന്ന ലിങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അത് ട്രാൻസ്ഫറിൻ്റെ ശേഷം എന്ത് ചെയ്യും, ട്രാൻസ്ഫറിനൊക്കെ ശേഷം ഒഴിവുള്ള വേക്കൻസികൾ വന്നു കഴിയുമ്പോൾ സ്കൂൾ ബാർ കോഴ്സ് വേക്കൻസി എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഒഴിവുകൾ പരിഗണിക്കാത്ത കുട്ടികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതും പിന്നീടുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ പരിഗണിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്താ, നിങ്ങളിപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ, നിങ്ങളിപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ്, അവിടെ ഇൻകേസ് വേക്കൻസി ഇല്ല എങ്കിലും നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാം. കാരണം അവിടെ ഇപ്പം ഒരു സ്കൂളിൽ ഒരു കോഴ്സിൽ ഇപ്പം നിലവിലൊരു വേക്കൻസി ഇല്ല, ഒരു വേക്കൻസി പോലും ഇല്ല, അങ്ങോട്ട് വേണേൽ കുട്ടികൾക്ക് അപേക്ഷിക്കാം. കാരണം വെച്ചാൽ എന്താണ്, ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്നും ഒരു കുട്ടി മറ്റേതെങ്കിലും കോഴ്സിലേക്കോ മറ്റേതെങ്കിലും സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവിടുന്ന് പോവുകയാണെങ്കിൽ, വേറെ എന്തെങ്കിലും കാരണം വെച്ചാൽ പോവുകയാണെങ്കിൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്ന കുട്ടീനെ എന്ത് ചെയ്യും, അങ്ങോട്ട് പരിഗണിക്കും. നിലവിൽ വേക്കൻസി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും കുട്ടി അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ പരിഗണിക്കും.
അപേക്ഷകർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കുകളിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണ്. അത് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശമല്ല, അതുകൊണ്ട് അവിടെ വിശദീകരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 4 വൈകിട്ട് 4 മണിവരെയാണ് സമയം. അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ സ്ക്വയർ ഫോർ ദ ഗ്രേഡ് ഇന്ത്യൻ റെജിം. ബൈ.